വന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം നെസ്റ്റോയിൽ പോയപ്പം എനിക്ക് വാഴയില കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. അപ്പം എന്നെ കെട്ടിയോ പറഞ്ഞു പൊതിച്ചോറ് കഴിക്കാൻ ആഗ്രഹം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വാഴയില വാങ്ങിച്ചിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന്. ഞാനങ്ങനെ സ്വന്തമായിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചിട്ടില്ല ഇതുവരെ. ഇവിടെ വിട്ടുക, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇതുവരെ കഴിച്ചിട്ടില്ല. അമ്മയൊക്കെ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുള്ളതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു പൊതിച്ചോറുണ്ടാക്കാം. ഒത്തിരി ഐറ്റംസ് ഒന്നുമില്ല, നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കും. കാണാം. ചോറിവിടെ തിളയ്ക്കുന്നുണ്ട്. ഓക്കെ, ബീൻസ് ക്യാരറ്റ് തോരൻ. നമുക്ക് മീനൊന്നും മാറി, മീന് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും, ഇച്ചിരി മുളക് പൊടി, വെള്ളം വെച്ചിട്ട് മസാല ഒക്കെ വെച്ചിട്ട് നമുക്ക് മീനൊന്ന് മാറി 3 വർഷം ഞാൻ തോരന് വേണ്ടി 3-4 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒന്ന് കട്ട് ചെയ്യും. ഒരു അരപ്പ് റെഡിയാണ്. ഒരു മിക്സിയുടെ ജാറെടുക്കുക, തിരി തേങ്ങ ഇട്ട് കൊടുക്കുക, പച്ചമുളക്, കഷ്ണം വെളുത്തുള്ളി, ഇച്ചിരി ചെറിയ ജീരകം, ഇച്ചിരി മഞ്ഞൾപ്പൊടി. നമുക്ക് ചട്ടിയിലിടാം. കടുക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് ചെറിയ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബീൻസും ക്യാരറ്റും ടീസ്പൂൺ വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് പിന്നെ അടച്ചു വെച്ച് പിന്നെ നോക്കാം. കുക്കായിട്ടുണ്ട്. നമ്മുടെ അരപ്പിട്ട് നമ്മുടെ അരപ്പ് കിട്ടിയാൽ കഴിക്കണം. ഇത് താറാമുട്ട ഇടാം. 2 താറാമുട്ട, കുറച്ച് ചെറിയ ഉള്ളിയും, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ തേങ്ങ ഇട്ട് ഇച്ചിരി കൂടെ ചേർത്ത് നന്നായി ഉടച്ചെടുക്കാം. കുരുമുളക് ചേർത്ത് തിളകിക്കിടുക. പഴയ പാനാട്ടോ. നമ്മുടെ മുട്ട റെഡിയായി.
ഓയിൽ ആഡ് ചെയ്യാം. ഇനി ഒന്ന് പൊരിച്ചെടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 മുളകിന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, റോസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. രണ്ടിന് ചെറിയൊരു കഷ്ണം ഇഞ്ചി, തേങ്ങ അങ്ങനെ ചേർത്ത് കഷ്ണം പുളി, തുള്ളി വെള്ളവും ഇങ്ങനെ അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത്തിരി ഇട്ട് മോരോട് ഇഞ്ചി ഓക്കെ, ഓപ്പൺ ചെയ്യാം. രണ്ടില ഇല കീറിയപ്പം 2 ഇല പൊതിഞ്ഞു. തിരിച്ചു വരും. ഇല്ല, ഒരല്ല പൊതിഞ്ഞത്. ആദ്യത്തെ ഇല കീറി. ഇതാണ് നമ്മുടെ ഇതിനകത്തിപ്പം പൊതിച്ചോറ്, ക്യാരറ്റ് തോരൻ, മുട്ട പൊരിച്ചത്, ചമ്മന്തി, ചാറ്.
ആക്ച്വലി കറി ആരും ഒഴിക്കാറില്ല, ഞാൻ പിന്നെ ഒഴിച്ചെന്നേ ഉള്ളൂ. ചമ്മന്തി ഓക്കെ, നീ കഴിച്ചിട്ട് അഭിപ്രായം കേൾക്കാം. ഞാനങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല പൊതിച്ചോറ് കേട്ടോ, പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളതേ ഉള്ളൂ. അമ്മയൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ കഴിക്കും. അഭിപ്രായം പറയണം. എല്ലാ കറികളും കൂട്ടണം. ചമ്മന്തി എല്ലാ കറികളും കൂട്ടി ഒരു പിടി പിടിക്കണം. എല്ലാം കൂടെ ചേർത്തിട്ട് ഇനി എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു പിടി പിടിക്കണം. അല്ല, എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഒരു പിടി പിടിക്കണം. ഇച്ചിരി മുട്ട, ഇച്ചിരി അച്ചാർ, ചമ്മന്തി, മീന്, ആവോലിയാണ്. കാരണം മത്തിയാണ് വെക്കുന്നത്, മത്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആവോലിയാക്കി. മുട്ട വെച്ചാൽ മുട്ട വെച്ചിട്ട് ഒരു പിടി പിടിച്ച് നോക്കണം, എന്നാലും എൻ്റെ കറക്റ്റ്. പിന്നെ മോരും ഇട്ട് ഒരു പിടി പിടിച്ച് നോക്കണം. അങ്ങനുണ്ട്. പൊതിച്ചോറ് കഴിച്ചിട്ടുണ്ടോ? പൊതിച്ചോറ് ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എവിടെയും പോകാൻ നേരം പൊടിയായിട്ട് കൊണ്ടുപോകും. എന്നിട്ട് ഉച്ചയ്ക്ക് സ്കൂളിലൊക്കെ മത്സരങ്ങളുള്ള സമയങ്ങളിലൊക്കെ എവിടെയും പോകുമ്പോഴത്തേക്ക് ഇതേപോലെ പൊതിച്ചോറാക്കിയിട്ട് കൊണ്ടുപോകും. പെൻസിൽ ഡ്രോയിങ്, കളർ ഡ്രോയിങ് അങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ പോയിട്ടുണ്ട്. പൊതിച്ചോറ് ഞാൻ തന്നെ ഓപ്പൺ ചെയ്യും. പൊട്ടിട്ടു എൻ്റെ പൊതിച്ചോറ് ഞാൻ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. പിന്നെ തിരിഞ്ഞു പോയി ഗൈസ്. പിന്നെ തിരിഞ്ഞു ഇല്ല, കറക്റ്റാണ്. ഇതാണ് എനിക്ക് പൊതിച്ചോറ്. ഇവിടെ ഇങ്ങനെ മുട്ട പിരിക്കാറേ ഇല്ല. ഇച്ചിരി അച്ചാറും ഇച്ചിരി തോരൻ നമുക്ക് എടുത്തിട്ട് മിട്ടു അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഇതാടാ നീ എനിക്ക് തരാത്ത. മിട്ടുവിന് മുട്ട തരാടാ. നമ്മൾ പണ്ടൊക്കെ പൊതിച്ചോറ് കൊണ്ടുവന്നതിൻ്റെ ഫീലല്ലേ. ഞാൻ മെയിനായിട്ട് കൊണ്ടുവന്ന VBSനാണ്. VBSനായിരിക്കും മെയിനായിട്ട് പൊതിച്ചോറ് കൊണ്ടുവന്നത്. VBSൻ്റെ ലാസ്റ്റ് മറ്റേ സ്നേഹവിരുന്നുണ്ടല്ലോ, അന്നായിരിക്കും മെയിനായിട്ട് കൊണ്ടുവന്നത്. പൊതിച്ചോറിൻ്റെ ഫീലുണ്ടോ? നിങ്ങൾക്ക് VBS ആണെങ്കിലേ പൊതിച്ചോറിൻ്റെ ഫീലുണ്ടോ? ഓർത്തഡോക്സിൽ VBS ഉണ്ട്. പൊതിച്ചോറിൻ്റെ ഫീലുണ്ടോ? ഇത് കുറച്ച് നേരം ഇരിക്കണം. ആക്ച്വലി ഇത് പെട്ടെന്ന് എടുത്തുകൊണ്ടാണ്. കുറച്ച് നേരം ഇരിക്കുമ്പോണ്ടല്ലോ ഇതെല്ലാം ഇതിനകത്ത് അങ്ങ് മിക്സ് ആവും. ഉണ്ടാക്കിയിട്ട് വെച്ചേക്കും, എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആവും. ഇതിപ്പോൾ അന്നേരം എടുത്തുകൊണ്ടാണ്. ഇപ്പം വിശന്നുകൊണ്ട് അന്നേരം തന്നെ എടുത്തു ഗൈസ്. ക്ഷമയില്ല. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് നമുക്ക് രാവിലെ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയുണ്ട്. 1 മണിക്കാണ് ഉണ്ടാക്കിയത് ഗൈസ്.
2:30 ആയപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. ഒരു മണി കഴിഞ്ഞുണ്ടാക്കി. പിന്നെ 1 മണി കഴിഞ്ഞ് പിന്നെ ബ്രേക്കായി കുറേ. പിന്നെ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നു. പിന്നെ കുറേ സമയം പോയി. പിന്നെയും അരമണിക്കൂർ പിന്നെയും ലാഗായി. നിങ്ങൾ കയറി വന്നിട്ട് ലാഗായത്. കയറി വന്ന് പിന്നെ വർത്താനം അവിടെ കുറേ ലാഗായി. പിന്നെ അവിടെ ലേറ്റായി. പിന്നെ അരമണിക്കൂർ അവിടെ പോയി. 1 മണിക്കൂർ 1 മണിക്കൂർ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണ്. 15 മിനിറ്റ് ചോറിന്. ഇത് പിന്നെ പെട്ടെന്ന് വേവുന്ന ചോറായതുകൊണ്ട് 15 മിനിറ്റ് എടുക്കുന്നത്. മുട്ടയല്ല, നമ്മുടെ സോന മസൂരിയാണ്. 15 മിനിറ്റ് കൊണ്ട് വേവുന്ന ചോറ്. എല്ലാം 1 മണിക്കൂർ കൊണ്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ കിച്ചണിൽ കയറത്തില്ല. കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഒരു പാത്രം അങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വിട്ടു അവിടെ ഇരുന്ന്